വെൽ വാച്ചേഴ്സ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെർണിയ എന്ന അസുഖത്തെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ടോപ്പിക്കിൽ നമ്മൾ ഹെർണിയയിൽ ഉണ്ടാക്കുന്ന പ്രധാന കാരണങ്ങൾ, അതുപോലെ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഹെർണിയ മൂലം ഉണ്ടാകുന്നത്, അതുപോലെ ആയുർവേദത്തിൽ എങ്ങനെയാണ് ഹെർണിയ എന്ന അസുഖത്തെ നമ്മൾ പ്രതിരോധിക്കേണ്ടത്, എന്തൊക്കെ ഔഷധങ്ങൾ യൂസ് ചെയ്യണം, അതുപോലെ മോഡേൺ സയൻസിൽ എങ്ങനെയാണ് ഹെർണിയ നോക്കിക്കാണുന്നത്, അതുപോലെ ഹെർണിയയ്ക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് മോഡേൺ സയൻസിൽ പറയുന്നത്, ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഹെർണിയ എന്നുള്ളതിന് നമ്മളുടെ സംസ്കൃത ഭാഷയിൽ നമ്മൾ ആന്ധ്രവിദ്രതി എന്നാണ് പറയുന്നത്. മലയാള ഭാഷയിലാണെങ്കിൽ കുടൽവീക്കം എന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ ഹെർണിയ ഉള്ളവര് അല്ലെങ്കിൽ ഹെർണിയ ഉണ്ടാവാനായിട്ടുള്ള ഒരു കാരണമായിട്ട് പലരും പറയാറുള്ളത് തുടർച്ചയായിട്ട് തുമ്മ, തുടർച്ചയായിട്ട് ചുമക്കുക, ഇത്തരം കാര്യങ്ങളാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഓക്കെ, അപ്പോ നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഹെർണിയ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് പലപ്പോഴും നമ്മളത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പലപ്പോഴും കുറച്ച് നേരം കഴിയാറുണ്ട്. തുടക്കത്തിൽ നമുക്കിത് രോഗികൾക്ക് കേട്ടോ, ഡോക്ടേഴ്സിനല്ല, രോഗികൾക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട്. അങ്ങനെ ഒരു മുഴയൊക്കെ വന്നതിന് ശേഷമാണ് പിന്നെ ഇത് എന്താന്നുള്ളതിലേക്ക് അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ട്രീറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു മോഡേൺ ഒരുപാട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഒരു 8 തരത്തിലൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സർവ്വസാധാരണയായിട്ട് ഇപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കൂടുതലായിട്ടും ക്ലിനിക്കുകളിൽ വരുന്ന ഒരു ഹെർണിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ട്. അതിൽ ഒന്നാണ് ഇൻഗ്വൈനൽ ഹെർണിയ, പിന്നെ വരുന്നതാണ് ഫിമറൽ ഹെർണിയ, പിന്നെ വരുന്നത് ഉംബിലിക്കൽ ഹെർണിയ, ഓക്കെ, പിന്നെ വരുന്നതാണ് ഹയാറ്റസ് ഹെർണിയ, പിന്നെ വരുന്നതാണ് ഇൻസിഷണൽ ഹെർണിയ. അപ്പൊ ഇത്തരം ഹെർണിയകളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്, വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. അതിൽ അക്കോർഡിംഗ് ടു ആയുർവേദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്ത്രവിദ്രതി, അതുപോലെ വൃഷ്ണവീക്കം, ഓക്കെ, അതുപോലെ കുടൽ വീക്കം, ഇത്തരം പേരുകളിലൊക്കെയാണ് ഇത് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത്. വൃഷ്ണവീക്കം എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഗ്വൈനൽ ഹെർണിയനെയാണ് നമ്മൾ വൃഷ്ണവീക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൊക്കേഷൻസ് പലതരത്തിലാണ് ഹെർണിയയിൽ വരുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. മോസ്റ്റ് കോമൺലി, അതായത് കൂടുതലായിട്ടും നമ്മുടെ ഹെർണിയ കൂടുതലായിട്ടും കാണുന്ന ഒരു ഹെർണിയാണ് ഈ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആമാശയവും ലങ്സിനെയും വിഭജിക്കുന്നത് ഡയഫ്രം എന്ന് പറയുന്ന ഒരു പാർട്ടീഷൻ കൊണ്ടാണ്. ആ പാർട്ടീഷൻ കൊണ്ടാണ് നമ്മുടെ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ, ആമാശയത്തിലാണെങ്കിൽ ദഹനരസ സംബന്ധമായ എല്ലാ തരത്തിലുള്ള ഓർഗൻസും അതിനുശേഷം വരുന്നു. ലങ്സിലാണെങ്കിൽ നമ്മുടെ ജീവവായു, അല്ലെ, ഈ രണ്ട് സംഗതികളെയും തമ്മിൽ എന്താ പറയുക കണക്ട് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഡയഫ്രം. അപ്പം ഇതിനെ രണ്ടിനെയും തരംതിരിക്കുന്ന ഭാഗം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയാം. അപ്പൊ അന്നനാളം കടന്നു പോകുക എന്ന് പറയും. നമ്മൾ അന്നനാളം കടന്നു പോകുന്ന ആ ദ്വാരം ഉണ്ടല്ലോ, അത് ആമാശയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ വയറ് വീർക്കുമ്പോൾ ഡയഫ്രം അതുപോലെ തന്നെ വീർക്കും. അതുപോലെ വയറ് ചുങ്ങുമ്പോൾ എന്താണ് ഡയഫ്രം അതുപോലെ ചുങ്ങും. അപ്പൊ എന്താ സംഭവിക്കും, നമ്മുടെ ലിവർ വലുതാവുക, അതുപോലെ ലിവർ വലുതാവുക മീൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാറ്റി ലിവർ കണ്ടീഷൻ, അതുപോലെ നമുക്ക് ലിവർ സിറോസിസ്, ഇത്തരം രോഗങ്ങളുള്ളവര്, അല്ലെങ്കിൽ ചെറിയൊരു സംഗതി പറയാൻ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കാം, ഒരുപാട് തടിയുള്ളവര്, കുടവയറ് കൂടുതലായിട്ടുള്ള ആൾക്കാർ, ഇത്തരം ആൾക്കാർക്കൊക്കെ എന്ത് സംഭവിക്കും, നമ്മുടെ കൂടുതലായിട്ട് ഈ കുടല് പുറത്തേക്ക് തള്ളുകയാണ്. അപ്പൊ അത് എങ്ങനെയാണ്, ആമാശയം കുറച്ച് അതായത് ഇത്തരം ഫുഡുകളൊക്കെ കഴിച്ച് നല്ല രീതിയിൽ അങ്ങ് ഫുള്ളായിരിക്കുമ്പോൾ അവിടെ സ്പേസ് ഇല്ലാതെയാവാണ്, അല്ലെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഗ്യാസ് പ്രോബ്ലംസ് കൊണ്ട് അവിടെ തീരെയും ഈ ആമാശയത്തിൽ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ അത് മുകളിലേക്ക് തള്ളുകയാണ് കേട്ടോ. അപ്പൊ അത് ഡയഫ്രത്തിന്റെ അടുത്ത ദ്വാരത്തിൽ കൂടിയാണ് നമ്മുടെ മുകളിലേക്ക് ആ ഒരു തള്ളൽ വരുന്നത്. ഇതിനെയാണ് നമ്മൾ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് ഇതിന്റെ അസിഡിറ്റി തന്നെയാണ്. അസിഡിക് ആയിട്ട് എപ്പോഴും നമ്മുടെ നെഞ്ചരിച്ചില്, പുളിച്ചു തേക്കൽ, ഇത്തരം അസ്വസ്ഥതകളൊക്കെ നമുക്ക് കണ്ടുവരാം. അതുപോലെ ആ ഭാഗത്ത് നമുക്ക് നല്ല വേദനകളായിരിക്കും, എരിച്ചിൽ പോലെ ഫോം ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, കുടവയറ്, അതുപോലെ അതിസ്ഥൗല്യത എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അമിതഭാരം, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത്, ഇപ്പൊ ഹയാറ്റസ് ഹെർണിയ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നം കൂടിയാണ്, വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഹെർണിയാണ്. പിന്നെ വരുന്നത് അംബിലിക്കൽ ഹെർണിയ കൂടുതലായിട്ടും സ്ത്രീകളിലാണ് കാണുന്നത്. ആഫ്റ്റർ ഡെലിവറി ആണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഓക്കെ, ഒരു 5-6 അല്ലെങ്കിൽ സിസേറിയൻ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, 5-6 സിസേറിയൻ അല്ല, ചില 5-6 പ്രസവങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ അംബിലിക്കസ്, അതായത് ആ പൊക്കിൾക്കൊടിയുടെ ഭാഗത്തുള്ള മസിൽസ് ഒക്കെ ലൂസായി പോകും, ഒരു ഫ്ലാബി ആയിട്ട് പോകും. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുടല് തള്ളി വരാനായിട്ടുള്ള സാധ്യത ആമാശയത്തിന്റെ ഉള്ളിലുള്ള പെരിട്ടോണിയൽ ഫ്ലൂയിഡിലാണ്, അല്ലെ, പെരിട്ടോണിയൽ ഫ്ലൂയിഡ് ഉണ്ടല്ലോ. അപ്പൊ ആ പെരിട്ടോണിയൽ ഫ്ലൂയിഡ് നമുക്ക് ഈ പുറമെയുള്ള മസിൽസ്, ഇതിനൊക്കെ ഈ ഒരുപാട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴോ ഒക്കെ ആവുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയാ, അവിടെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ആ മസിൽസ് ഒക്കെ ഒന്ന് പൊട്ടി, അതുപോലെ മസിൽ ടിഷ്യൂസ്, അവിടെ ലാസറേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനെ പുറത്തേക്ക് തള്ളി വരിക, അതാണ് ഇതിനെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുടവയറ്, 4-5 പ്രസവങ്ങളൊക്കെ അടുപ്പിച്ചുണ്ടാവുക, അതുപോലെ സ്ഥൗല്യത, ഇതുപോലെ തടി കൂടുക, ഓക്കെ, കൊഴുപ്പടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക, വ്യായാമം തീരെ ചെയ്യാതിരിക്കുക. ഓക്കെ,
അത്തരം കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഇത്. ഇനി അതുപോലെ തന്നെയാണ് ഇൻസിഷണൽ ഹെർണിയ. ഇതിന്റെ ഒരു ചെറിയൊരു ഭാഗം തന്നെയാണ്. അവിടെ ലാസറേഷൻസ് ഉണ്ടാവും, ആമാശയത്തിന്റെ ഭാഗത്തുള്ള ലാസറേഷൻസ് ഉണ്ടാവും. വയറിന്റെ ഇരുഭാഗത്തും നമുക്ക് വരാം കേട്ടോ, ഇതേ സെയിം അവസ്ഥ. അതാണ് ഇൻസിഷണൽ ഹെർണിയ വരുന്നത്. ഇനി ഫിമറൽ ഹെർണിയ വരുന്നത് ഒടിയിലാണ്. ഫിമറൽ എന്ന ട്രയാങ്കിൾ ഒടി ഭാഗത്താണ് വരുന്നത്. ഒടി എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുണ്ടാവില്ല, നമ്മുടെ ഈ എന്താ പറയാ ജനൈറ്റൽ ആയിട്ടുള്ള ഭാഗവും നമ്മുടെ കാലിന്റെയും ഇടയിലായിട്ടുള്ള ഒരു ഒടി ഉണ്ടല്ലോ, അതിനെയാണ് ഒടി എന്ന് പറയുന്നത്. അതിന്റെ ഇടയിലുള്ള ഒരു ഭാഗം, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഫിമറൽ ആയിട്ടുള്ള ഹെർണിയ ഉണ്ടാവുന്നത്. അത് ഒടിഭാഗം എന്ന് പറയും. അവിടെ ഫിമറൽ ട്രയാങ്കിൾ ഉണ്ട്. ഫിമറൽ ട്രയാങ്കിളിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമ്മുടെ കാലിലേക്ക് വേണ്ട മസിൽസ്, ആർട്ടറീസ്, വെയിൻസ്, ഇതൊക്കെ നമുക്ക് ആ ഭാഗത്തു നിന്നാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം അവിടെ ഈ പെരിറ്റോണിയൽ ലൈന് തള്ളി വരാണ് സംഭവിക്കുന്നത്, പെൽവിക് ഏരിയയില്. ഓക്കെ, അപ്പൊ ഇത് സംഭവിക്കുന്ന സമയത്താണ് നമുക്ക് ഫിമറൽ ഹെർണിയ ഉണ്ടാവുന്നത്. ഇതും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇനി വരുന്നത് ഇൻഗ്വൈനൽ ഹെർണിയ. ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത് പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് കാണുന്നത്. കാരണം കൂടുതലായിട്ടല്ല, പുരുഷന്മാരിലാണ് ഇൻഗ്വൈനൽ ഹെർണിയ കാണുന്നത്. അതിൽ വൃഷ്ണസഞ്ചി, അതായത് സ്ക്രോട്ടൽ ബാഗ് എന്ന് നമുക്കറിയാം. ആ വൃഷ്ണസഞ്ചിയിലെ ടെസ്റ്റിക്കിൾസ് കണക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് 2 ഹോൾസ്, ഈ ഭാഗത്തുകൂടി നമ്മുടെ ഈ കുടല് തള്ളി വരുന്ന അവസ്ഥേനെയാണ് ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ലക്ഷണം എന്താണ്? വൃഷ്ണസഞ്ചി അങ്ങ് വീർത്തു വരും, അതുപോലെ നല്ല വീക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഇനി അക്കോർഡിംഗ് ടു മോഡേൺ ഈ സംഭവത്തിന് സർജറി തന്നെയാണ് മോഡേൺ സയൻസിൽ അവർ ഉപയോഗിക്കുന്നത്. അതിനിപ്പോ വളരെ ആധുനികപരമായിട്ടുള്ള ലേസർ സർജറീസ്, അത് ഓപ്പൺ സർജറി അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ള പലതരത്തിലുള്ള സർജിക്കൽ മെത്തേഡ്സുകൾ ഇപ്പോഴുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അറ്റ കൈ നമ്മൾ എപ്പോഴും ഒരു സർജിക്കൽ മെത്തേഡിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആയുർവേദ മെഡിസിൻസ് ഏതൊക്കെയാണെന്ന് പറയാട്ടോ. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇത്തരം ഹെർണിയാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലേക്ക് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമിതഭാരം, കുടവയറ്, വ്യായാമക്കുറവ്, അതുപോലെ കൊഴുപ്പടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുന്നത്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ്, ഇതിന്റെ ഉപയോഗം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഗ്യാസ്ട്രൈറ്റിസ്, ഗ്യാസിന്റെ പ്രോബ്ലം. ഗ്യാസിന്റെ പ്രോബ്ലം ഇല്ലാണ്ടിരിക്കാൻ എന്താണ്, നമ്മൾ പരിപ്പ്, കപ്പലണ്ടി, കടലവർഗ്ഗങ്ങൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. എക്സെപ്റ്റ് നമ്മുടെ ക്യാരറ്റ്, കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കാം, എക്സെപ്റ്റ് ക്യാരറ്റ്. പിന്നെ അതുപോലെ പരിപ്പ്, കടല, അതിൽ മുതിര കഴിക്കാം, ചെറുപയർ കഴിക്കാം. ഓക്കെ, ബാക്കിയുള്ള കപ്പലണ്ടിയൊക്കെ പാടെ ഒഴിവാക്കാം. ഗ്യാസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, അത് ഒഴിവാക്കാം. പിന്നെ അതുപോലെ കണ്ടിന്യൂസ് ചുമ ഉണ്ടാവുക, കണ്ടിന്യൂസ് ആയിട്ട് തുമ്മൽ ഉണ്ടാവുക, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ഹെർണിയ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് ഉണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനായിട്ട് പറ്റുന്നത്. പിന്നെ അതുപോലെ എക്സസൈസുകൾ ചെയ്യുക, ബ്രിസ്ക് വാക്കിംഗ്, അതായത് നമ്മൾ ഒരുപാട് സ്റ്റേൺ ചെയ്തിട്ടില്ല, ഒരുപാട് ഭാരം എടുക്കുന്നതും ഹെർണിയ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് ഭാരം എടുത്തിട്ടുള്ള എക്സസൈസുകൾ ചെയ്യാതെ നമുക്ക് ഒന്ന് ചുമ്മാ നടക്കുന്ന ഒരു 30 മിനിറ്റ് നടക്കുക രാവിലെയും വൈകുന്നേരം, അതൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ. അതുപോലെ ഗ്യാസ് ട്രബിൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക, ഗ്യാസ് ഉണ്ടാക്കുന്ന ഫുഡുകൾ ഒഴിവാക്കുക. എപ്പോഴും ശോധന ഉണ്ടാക്കുക, ക്ലിയർ ആയിട്ടുള്ള ഒരു ശോധന ഉണ്ടാക്കുക. കാരണം നമ്മുടെ ശരീരത്തിൽ ഈ വയറ് ഫുള്ളായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് എന്തായാലും ഇതിങ്ങനെ തുറിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് ശോധന ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ അതിനുള്ള മാറ്റങ്ങൾ കാണാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ ഭക്ഷണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ പീസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അതുപോലെ കടലവർഗ്ഗങ്ങൾ, മുതിരയും ചെറുപയർ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. കപ്പലണ്ടി, അതുപോലെ ചേമ്പ്, ചേന, കൊള്ളി, കൂർക്ക, അതൊക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെ ഓർത്ത് വെക്കാം, ഇതൊക്കെ ഒഴിവാക്കുക. ഗ്യാസ് ട്രബിൾ ഉണ്ടാവാതിരിക്കുക. അതുപോലെ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ, ഫാറ്റി ലിവർ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ലിവറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ലിവർ സിറോസിസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള മുൻകരുതലുകൾ ചെയ്യുക, അതിനുള്ള ട്രീറ്റ്മെന്റ്സ് എടുക്കുക. ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ യോഗയിൽ മാർജരാസനം, മാർജരൻ എന്ന് പറയുന്നത് പൂച്ചനെയാണ്. അപ്പൊ പൂച്ചയെ പോലെ നമുക്ക് കിടന്ന് എഴുന്നേക്കുന്ന ഒരു ആസനമൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ഷോർട്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മാർജരാസനം ഷോർട്സ് എന്നടിച്ച് യോഗ പോസ്റ്റർ എന്നടിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മാർജരാസനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിക്കും. അത് ഈ ഹെർണിയ ഉള്ളവർക്ക് പറ്റിയ ഒരു ആസനമാണ്, യോഗാസനമാണ്. അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാതിരിക്കാം, വീട്ടിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ഉറക്കം വിളക്കാതിരിക്കുക. ഉറക്കം എപ്പോഴും നല്ല രീതിയിൽ ഉറങ്ങുക, എഴുന്നേൽക്കുക എന്നുള്ളത്, അതായത് രാവിലെ കിടന്നുറങ്ങാതിരിക്കുക, രാത്രി ഒരു 8 മണിക്കൂർ 6 hours എങ്കിലും കണ്ടിന്യൂസ്ലി ഉറങ്ങുക. ഓക്കെ, എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ കുട്ടികളിലും ചില സമയത്ത് ഈ ഹെർണിയ പ്രോബ്ലംസ് വരാറുണ്ട്, എസ്പെഷ്യലി ആൺകുട്ടികളിൽ. കാരണം ഈ വൃഷ്ണസഞ്ചി അവരുടെ ആമാശയത്തിന്റെ അകത്തായിരിക്കും നമ്മൾ ഡെലിവറി സമയത്ത്. അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് ഈ വൃഷ്ണസഞ്ചിയിലേക്ക് ഈ വൃഷ്ണങ്ങൾ വരുന്നത്. അപ്പൊ ആ വൃഷ്ണസഞ്ചിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഈ തള്ളിയിട്ട് ഈ പെരിറ്റോണിയൽ ലൈൻ തള്ളി വരുന്നതാണ് ഇങ്ങനെ ഹെർണിയ ഉണ്ടാവുന്നത് ചെറിയ കുട്ടികളിൽ. അതൊക്കെ നമുക്ക് അപ്പൊ തന്നെ സർജിക്കലായിട്ട് ചെയ്യാവുന്നതാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പൊ അതിന് സർജറി മെത്തേഡുകൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മെച്ചപ്പെട്ട സർജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് ലേസർ സർജറികളുണ്ട്, അതുപോലെ പലതരം മെത്തേഡുകൾ. ഈ ആയുർവേദപരമായിട്ട് നമുക്ക് എങ്ങനെ ചികിത്സിക്കാം? നമുക്ക് ഇതിന് പലതരത്തിലുള്ള കഷായങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഗന്ധർവാസ്താദി കഷായം, ചിരുവിൽവാദി കഷായം, സപ്തസാരം കഷായം, ദശമൂലം കഷായം. ഓക്കെ, അതുപോലെ തന്നെ നിംബാമൃതാദി അവണക്കെണ്ണ, അതുപോലെ ഗന്ധർവ തൈലം ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ
ഇങ്കൂത്രണ തൈലം. ഓക്കെ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദശമൂല ഹരിതക്കി ലേഖ്യം, ധന്വന്തരം ഗുളിക, ഇങ്കുവജാതി ഗുളിക, നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ കഷായങ്ങളും ഗുളികകളും ഇതിന്റെയൊക്കെ ഒരു സങ്കലനമായിട്ടുള്ള ഉപയോഗം നമ്മുടെ ശരിക്കും നമുക്ക് നല്ല മാറ്റം വരുത്താനായിട്ട്, ഹെർണിയയിൽ മാറ്റം വരുത്താം. ആരംഭ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സിക്കാൻ നോക്കുക, നല്ല മാറ്റം വരും. ആയുർവേദത്തിലൂടെ തന്നെ നമുക്ക് പോകാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കുക, നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഒരുപാട് ഭാരം എടുത്തിട്ടുള്ള ജോലി ചെയ്യാതിരിക്കുക. നമുക്ക് ചിലപ്പോൾ ഇത് കണ്ടിന്യൂസ്ലി ആയിട്ട് ഈ മുഴയൊക്കെ കുറഞ്ഞ് നല്ല രീതിയിൽ മാറി കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വലിയൊരു പണിയിലേക്കോ കിടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ എക്സസൈസ് എടുക്കുന്ന വലിയ എക്സസൈസുകളൊന്നും, ഭാരം എടുക്കുന്ന എക്സസൈസുകളൊന്നും ഇതിന് പറ്റില്ല. നടക്കാൻ മാത്രമേ വ്യായാമം ചെയ്യണം, പക്ഷെ നടക്കാൻ മാത്രമാണ് ഹെർണിയയ്ക്ക് പറ്റിയ എക്സസൈസുകൾ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് പിന്നെയും വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പൊ അതുപോലെ നമ്മൾ എക്സ്റ്റേണൽ അപ്ലിക്കേഷൻ ആയിട്ട് സ്ട്രെങ്ത് കൂട്ടാനായിട്ട് ഒരുപാട് തൈലങ്ങൾ ഇതൊക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അത് ഓരോ രോഗാവസ്ഥ അനുസരിച്ചാണ് നമ്മൾ സജസ്റ്റ് ചെയ്യാറ്. നല്ല മാറ്റം വരാറുണ്ട്. അപ്പൊ ആയുർവേദത്തിൽ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നല്ല സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പിടിച്ചു കെട്ടാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റാറുണ്ട് കേട്ടോ. അതുപോലെ വൃഷ്ണവീക്കം വളരെ കൂടുതലായിട്ട് ഉള്ളവരാണെങ്കിൽ, വൃഷ്ണവീക്കം അതായത് ഇൻഗ്വൈനൽ ഹെർണിയ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അണ്ടർ ഗാർമെന്റ്സ്, നല്ല ടൈറ്റ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് ധരിക്കാനായിട്ട് നോക്കണം. കാരണം അല്ലെങ്കിൽ അത് തൂങ്ങി ഇങ്ങനെ വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് തടയാനായിട്ട് ടൈറ്റുള്ള അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്യുക, ഷെഡുകൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിങ്ങനെ നമുക്ക് തടഞ്ഞ് നല്ല രീതിയിൽ നിൽക്കാനായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് അതുപോലെ വെള്ളം കുടിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്, മറക്കരുത്. അപ്പൊ ഇത് ഹെർണിയ ഉള്ള ആൾക്കാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നമുക്ക് വീഡിയോസും ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ മോട്ടിവേഷൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇനിയും നല്ല വീഡിയോസുകളായിട്ട്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളായിട്ട് നമുക്ക് ഇനിയും വരാം. അപ്പോൾ ബൈ, സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.